ഓൾ ഇൻ ഓൾ മോം ആൻഡ് ഇൻഫന്റ് കെയർ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഞ്ഞു ബേബീസിന് പ്രയോജനമുള്ള പലർക്കും അറിയാത്ത ചില കാര്യങ്ങൾ എന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ ഷോ ചെയ്യുന്നതിന്റെ സൈസ് പറയുമ്പോൾ പലർക്കും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല. അതായത് ന്യൂ ബോൺ ബേബി, 3 months കഴിഞ്ഞ ബേബി, 6 months കഴിഞ്ഞ ബേബി. അപ്പോൾ നിപ്പിളായാലും ബോട്ടിലായാലും അതിലെല്ലാം സൈസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിപ്പിള് വ്യത്യാസം വരുന്നതും ബോട്ടിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് പലർക്കും കൺഫ്യൂഷനാണ്. ബോട്ടിൽ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ബോട്ടിൽ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വെച്ചു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ഫിലിപ്സിന്റെ അവന്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബോട്ടിലാണ്. പുതിയ ആൾക്കാർക്ക് ആയിരിക്കും ഇത് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. യൂസ് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഗുണങ്ങൾ അറിയായിരിക്കും. അപ്പൊ അവന്റിന്റെ ബോട്ടിൽ മെയിൻ ആയിട്ടും ഇങ്ങനെ ഒരു ആന്റികോളിക് ബോട്ടിലും പിന്നെ നാച്ചുറൽ ബോട്ടിലും പിന്നെ ഇപ്പോ പുതുതായിട്ട് ഇങ്ങനെ ഒരു ഗ്രോ എന്ന് പറയുന്ന ബോട്ടിലും വന്നിട്ടുണ്ട്. ഇത് നോർമൽ ബോട്ടിലുകളെക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു 2 months കുറച്ച് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മളിത് മാറ്റി പുതിയ ബോട്ടിലൊക്കെ യൂസ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത്. കറക്റ്റ് കാര്യമാണ്. പക്ഷേ അവന്റിന്റെ ഈ ബോട്ടില്, പ്രത്യേകിച്ചും ഈ നാച്ചുറൽ ബോട്ടില്, നിപ്പിള് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ബോട്ടില് അത്രയും ക്വാളിറ്റിയിലാണ് അവര് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 തരം ബോട്ടിലുണ്ട്. എല്ലാം പിന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്, ഹൈ ക്വാളിറ്റിയില്. ഗ്ലാസ് ബോട്ടിലൊന്നും നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കണ്ടേ. അപ്പോൾ ഈ ഓരോ ബോട്ടിലിന്റെയും പ്രത്യേകതകൾ ഞാൻ ഓരോരോ സെക്ഷനായിട്ട് പറയാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫിലിപ്സ് അവന്റിന്റെ നാച്ചുറൽ എന്ന് പറയുന്ന ബോട്ടിലാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ ഇപ്പോൾ വാങ്ങും. ഇപ്പൊ ഇതിൽ 3+ എന്നാണ്. അപ്പോൾ ബേബി ഒരു 4 months 5 months അങ്ങനെയൊക്കെ ആയാൽ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങേണ്ടത് 3+ എന്ന് പറയുന്ന ബോട്ടിലാണ്. 0+, 1+, 3+ അങ്ങനെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. പിന്നെ നിപ്പിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു 3+ എന്ന് പറയുന്ന ബോട്ടിൽ വാങ്ങേണ്ടത് 3 months കഴിഞ്ഞ ബേബിക്കാണ്. ന്യൂ ബോൺ ബേബിക്ക് ആണെങ്കിൽ നമ്മൾ 0+ വാങ്ങുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിപ്പിൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 1+ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ന്യൂ ബോൺ ബേബിക്ക് കൊടുക്കുമ്പോൾ 1+ കൊടുക്കരുത്. 1+, 0+, 3+ എന്ന് പറയുന്നതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പാല് വരുന്നതിന്റെ ഫ്ലോ വെച്ചിട്ടാണ് ഈ അളവുകൾ പറയുന്നത്. 0+നാണെങ്കിൽ ജസ്റ്റ് 2 drops മാത്രമേ വരൂ. കൂടുതൽ ഡ്രോപ്സ് വന്നാൽ കുഞ്ഞ് കുടിക്കുമ്പോൾ നെറുകയിൽ വലിച്ചു കയറ്റുകയൊക്കെ ചെയ്യും. 1 month ആവുമ്പോൾ 3 drops, 4 months ആവുമ്പോൾ 4 drops. അപ്പൊ ഈ ഡ്രോപ്സ് അതായത് നിപ്പിളിന്റെ ഹോളിന്റെ വലിപ്പത്തിലാണ് വെച്ചിട്ടാണ് ഈ പ്ലസ് വെച്ച് പറയുന്നത്. അല്ലാതെ നിപ്പിളിന്റെ ബേസോ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ ബോട്ടിലുകൾ മാറ്റം വരാറുണ്ട്. 330 ml, 125 ml, 260 ml. അത് നമ്മുടെ കുഞ്ഞ് എത്രയാണ് പാല് കുടിക്കുന്നത്, ഇപ്പൊ ഡോക്ടേഴ്സ് പറയും ഇത്ര അളവിലാണ് പാല് ഇന്ന പ്രായത്തിൽ കൊടുക്കേണ്ടത്. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. ബേബി കരയുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബോട്ടിൽ, ഇപ്പൊ അടച്ചു വെച്ചേക്കുന്ന ബോട്ടിൽ വളരെ വേഗത്തിൽ എടുത്ത് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി ഇതാണ്ട് എളുപ്പത്തിൽ തുറക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇവിടെ ഒരു വെട്ട് പോലെ കാണുന്നത്, ഇത് കണ്ടോ? അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി, ഇത് ഓപ്പൺ ആവും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ അടച്ചു വെച്ചാലും ഇതിന്റെ ഈ സെന്റർ പോർഷൻ ഇതിൽ ടച്ച് ചെയ്താണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാലൊന്നും പാല് പുറത്തു പോകത്തില്ല. അപ്പോൾ അതാണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോ ഞാൻ കമ്പനിയിൽ നിന്ന് വന്ന അതേപോലെ ഞാൻ കയ്യിലെടുത്തേക്കാണ്. അപ്പൊ ഈ ബോട്ടിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ നിപ്പിളാണ്.
അതായത് നാച്ചുറൽ ഫീലിംഗ്, അതായത് അമ്മയുടെ ബ്രസ്റ്റ് ഫീഡിങ് പോലെ തന്നെ വളരെ നാച്ചുറലായിട്ട് കുഞ്ഞിന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. വളരെ സോഫ്റ്റ് നിപ്പിളാണ് ഇതിൻ്റെത്. ഇത് കാണുമ്പോൾ നമുക്ക് വലിയ ഒരു നിപ്പിളായിട്ട് വിചാരിക്കുമെങ്കിലും അങ്ങനല്ല. വളരെ പിന്നെ ബേബി ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിർമ്മിച്ചേക്കുന്ന ഒരു നിപ്പിളാണ്. ഇതാണ്ട് കണ്ടോ? അപ്പൊ ഇതിന്റെ നിപ്പിളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ ബേബിക്ക് കൊടുക്കാൻ പറ്റിയ മെഷർമെന്റ് നമുക്ക് എത്ര ml കൊടുക്കാം. ഒരു സൈഡില് ഇത് ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് രണ്ട് സൈഡിലും ഇതിപ്പോ നമ്മുടെ ഇന്ത്യൻ ഇതില് ml കണക്കും ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മെഷർമെന്റുമാണ് ഈ ഒരു സൈഡിൽ കൊടുത്തത്. ഇത് നമ്മൾ എത്ര സ്റ്റെറിലൈസ് ചെയ്താലും എത്ര വാഷ് ചെയ്താലും ഇതിന്റെ ഈ അടയാളങ്ങളൊന്നും തന്നെ പോകത്തില്ല. അതാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ബോട്ടിൽ വാങ്ങുമ്പോൾ പല ബോട്ടിലുകളിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും. അപ്പോൾ എയർ ഉള്ളിൽ ചെന്നിട്ട് കുഞ്ഞിന് വയറിൽ പ്രശ്നം വരികയും കരയുകയും അങ്ങനത്തെ വിഷയങ്ങൾ വരും. അപ്പോൾ ഇതിന്റെ ഈ ബോട്ടിലാണെങ്കിൽ ആന്റി കോളിക് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് കോളിക് പ്രോബ്ലംസ് മാറുന്നതെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ കയ്യിൽ ഈ ബോട്ടിൽ കിട്ടിയാൽ ഉടനെ ഇതിൽ പാല് ക്ലീൻ ചെയ്ത് പാല് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. നിപ്പിൾ ഇത് പ്രോപ്പർ ആണോ എന്ന് നോക്കണം. ഞാൻ കാണിക്കാം. ഇപ്പൊ ഈ ബോട്ടിലിന്റെ നിപ്പിൾ പ്രോപ്പർ ആണോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിപ്പോ ഞാൻ ഡയറക്റ്റ് എടുത്ത നിപ്പിളാണ്. ഇത് ഞാൻ തുറന്നിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഫസ്റ്റിലെ വീഡിയോ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോൾ ഇത് പ്രോപ്പറായിട്ടല്ല ഈ നിപ്പിൾ ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ബോട്ടിൽ കിട്ടിയാൽ ഉടൻ ദാണ്ട് ഈ ഒരു ഹോള് കണ്ടോ, ഇതിൽ നിന്നാണ് പാലിലുള്ള എയർ പുറത്തു പോകുന്നത്. ജസ്റ്റ് നമ്മുടെ കയ്യെ കിട്ടിയ ഉടനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കുക. അപ്പൊ ഇവിടെ ഒരു വെട്ട് കാണും. ആ വെട്ടിലാണ് ഈ ഹോള് വരേണ്ടത്. പക്ഷെ ഈ ബോട്ടിൽ അവര് പെട്ടെന്ന് അടച്ച് സെയിലിനായിട്ട് വിടുമ്പോൾ അതൊന്നും ആരും നോക്കാറില്ലല്ലോ. അപ്പം നമ്മൾ ഇതെടുക്കുമ്പോൾ വാഷ് ചെയ്ത് നമ്മൾ എല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടല്ലേ ബേബിക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ നിപ്പിൾ അഴിച്ചെടുക്കുക. കണ്ടേ, ഇതാണ് ഈ നിപ്പിള്. കണ്ടോ? താണ്ടെ ഇതാണ് ആ പറഞ്ഞ എയർ പോകുന്ന വാൽവ് സിസ്റ്റം. ഇതിൽ ഇതാണ്ട് ഈ ബോട്ടിലിന്റെ താഴെ ഇവിടെ ഒരു അടയാളം കാണും. ഈ അടയാളത്തിന്റെ ആ സെയിം പ്ലേസിൽ തന്നെ ഈ ഹോള് വരണം. എന്നാലേ ഈ ബോട്ടിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ നമ്മളിത് നിപ്പിള് മാറ്റി ക്ലീൻ ചെയ്യാനും ഒക്കെ എടുത്തിട്ട് തിരിച്ചിടുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ദാണ്ട് എങ്ങനെ വലിച്ചിട്ടാൽ മതി. കണ്ടോ? അപ്പോൾ ദാണ്ട് ഈ ഹോള് ദാണ്ട് ഈ അടയാളത്തിൻ്റെ നേരെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇടുക. ഇത് കണ്ടോ? ഈ ഒരു സംഭവം മെയിനായിട്ടും ഈ ബോട്ടിൽ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഈ നാച്ചുറൽ ബോട്ടിൽ. പിന്നെ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ആക്കിയിട്ട് നോർമലി അടച്ചാൽ കറക്റ്റായിട്ട് അടയും. പലരും ഈ ബോട്ടിൽ അടയ്ക്കുന്നത് ഡയറക്റ്റ് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ ചിലപ്പം ലോക്ക് വീണെന്നിരിക്കില്ല. ഇത് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചടച്ചാൽ നല്ല കറക്റ്റായിട്ട് അടയ്ക്കും. ഇങ്ങനെയാണ് ഈ ബോട്ടിൽ ഇടിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബേബിക്ക് പാല് കൊടുക്കുമ്പോൾ ഒരിക്കലും കുഞ്ഞ് സിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ സിപ്പ് ചെയ്യാൻ പാടില്ല. അതായത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏതാണ് നിങ്ങളുടെ കയ്യിൽ സംവിധാനമുള്ള അതിൽ ഓവനിലോ അല്ലാതെയോ എന്തിൽ വെച്ച് വേണമെങ്കിലും സ്റ്റെറിലൈസ് ചെയ്ത് ഇത് ഉപയോഗിക്കാം. അപ്പോൾ വിപണിയിൽ വരുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ക്വാളിറ്റി ഏറ്റവും നല്ല ബോട്ടിലാണിത്. ഇതൊരു പിന്നെ നോർമൽ ബോട്ടിലിനേക്കാളും റേഞ്ച് കൂടിയ ബോട്ടിലാണ്. ഇപ്പോൾ 330 ml ഈ ബോട്ടിലിന് 995 ആണ് റുപ്പീസ്. നോർമൽ ബോട്ടിലിന് ഈ നാച്ചുറലിൻ്റെ അല്ലാത്ത ബോട്ടിൽ 260 ml 595 ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ 330 ഇപ്പോൾ ഈ റേഞ്ചിലാണ് വന്നേക്കുന്നത്. അത് നമ്മൾ ഈ ഒരു റേഞ്ചിൽ വാങ്ങി എന്ന് വെച്ചിട്ട് നമ്മൾ വിഷമിക്കുകയും വേണ്ട. നമ്മുടെ കുഞ്ഞിന് വളരെ നല്ലതാണ്. ബോട്ടിൽ നമ്മൾ മാറുന്നേ ഇല്ല. ഇപ്പം എന്തായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്.
അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ബോട്ടിൽ വാങ്ങാൻ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ അവൻ്റെ ഈ നാച്ചുറൽ ബോട്ടിൽ കൂടുതലും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അറിയാത്ത ആൾക്കാർക്ക് കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് നിപ്പിളാണ്. ഇപ്പോൾ അതാണ്ട് ഇപ്പോൾ ബോട്ടിൽ ഇപ്പോൾ കുഞ്ഞുവാവ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഏറ്റവും വലിയ അളവിൽ വരുന്ന 6+ ആണ്. 12+ വരുന്നുണ്ടോ എന്ന് അറിയില്ല. 6+ വരെയാണ് ഇവിടെ അവൈലബിൾ. 3+, 6+ ആൻഡ് 0+. ഇതിനകത്ത് 2 നിപ്പിളിൻ്റെ പാക്കായിട്ടാണ് മെയിനായിട്ടും വരുന്നത്. നിങ്ങൾ നിപ്പിൾ മാറ്റി ഇട്ട് കൊടുത്ത് കുഞ്ഞുവാവയ്ക്ക് പാല് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ബോട്ടിൽ വേണമെങ്കിൽ ഞങ്ങൾ ഓൺലൈൻ വഴി എത്തിച്ചു തരുന്നതാണ്. ഷോപ്പിൽ വിസിറ്റ് ചെയ്യാമെന്നുള്ളവർക്ക് വിസിറ്റും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.